ഹലോ ഗൈസ്, അങ്ങനെ പുഷ്പ 2-ന്റെ ഫയർ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ. ഫയർ അല്ല, വൈൽഡ് ഫയർ ആണ് സോഷ്യൽ മീഡിയ മുഴുവൻ കത്തി കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഈ നമ്മൾ മലയാളീസ് കണ്ട പുഷ്പ 2 ദ റൈസ് എന്ന സിനിമയുടെ പ്രിന്റും ഇനി നോർത്ത് ഇന്ത്യൻസ് കണ്ട സിനിമയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? അവർ ഫുള്ള് പോസിറ്റീവാണ്. നമുക്ക് ബിലോ ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവലിൽ തോന്നിയ ഒരു പടം അവർ ഭയങ്കര പൊക്കി പിടിച്ച് കിടക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യുക, ഹിന്ദി ഓഡിയൻസ് റിവ്യൂ പുഷ്പ 2 എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വിചാരിക്കും, ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മളിപ്പം കണ്ടത് ഇനിയും വേറെ ഏതെങ്കിലും പ്രിൻ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായത്, സുകുമാർ എന്ന ഡയറക്ടർ ഇത് ഒരു നോർത്ത് ഇന്ത്യൻസിനെ ടാർഗറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു പടമാണ്. ഞാൻ ആദ്യത്തെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ KGF 2 പ്രശാന്ത് നീലിൻ്റെ KGF 2 റിലീസായതിനു ശേഷം സുകുമാർ ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഫുള്ള് കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന പുഷ്പ 2-ന്റെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു കളഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ, അതായത് റീഷൂട്ട് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന സാധനം ഇറക്കി വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത് പല കാര്യങ്ങളും നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. KGF കാര്യങ്ങളും പല സിനിമയിലെ ചില കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് സുകുമാർ. അയാൾ ഈ KGF 2 കണ്ടതിന് ശേഷം, ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇത്രയും ശരിയായില്ല, ഇച്ചിരിയും കൂടെ നല്ലതായിരിക്കണം, ഈ KGF 2 പോലെ തന്നെ ഈ നോർത്ത് ഇന്ത്യ മുഴുവൻ പൊക്കി പിടിച്ച് നടക്കണമെന്നൊക്കെയുള്ള രീതിയിൽ ഷൂട്ട് ചെയ്ത ഒരു പടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതിൻ്റെ പുഷ്പ 2 ഫസ്റ്റ് ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പുഷ്പ എവിടെ, ജയിലിൽ നിന്ന് ചാടിയ പുഷ്പ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ട്രെയിലർ നിങ്ങൾക്ക് എല്ലാ ലാംഗ്വേജിലും ഇല്ല, ഇപ്പം മലയാളത്തിൽ മാത്രം കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് പുഷ്പ 2 ട്രെയിലർ അല്ലെങ്കിൽ ടീസറാണെന്ന് തോന്നുന്നു, അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ട്രെയിലർ കാണാൻ പറ്റും. അതിലെ ഒരു സീൻസ് പോലും നമ്മുടെ ഇപ്പം ഇറങ്ങിയ പടത്തിൽ കാണില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ആ ട്രെയിലറിൽ കാണിച്ച ആ പടം അതായിരുന്നു ആദ്യത്തെ പടം. അതായത് ഒരു പുലിയെ കാണിക്കുന്നു, ഒരു കടുവയെ കാണിക്കുന്നു, ഒരു കാട്ടിൽ നിന്ന് കടുവയുടെ അടുത്തൂടെ അല്ലു അർജുൻ ഇങ്ങനെ നടക്കുന്നു. അത് ഭയങ്കര കത്തിയായിരുന്നു, ഭയങ്കര ട്രോളൊക്കെ ഇറങ്ങിയ ഒരു ട്രെയിലറായിരുന്നു അത്. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ പടം. അത് കഴിഞ്ഞതിന് ശേഷം KGF 2 ഒക്കെ ഇറങ്ങിയ ശേഷം സുകുമാർ, നമ്മുടെ പടം ഇതിറക്കി വിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൊട്ടും, അതുകൊണ്ട് ഫുൾ റീഷൂട്ട് ചെയ്ത് ഇറക്കിയ പടമാണ് ഇപ്പം നമ്മൾ കണ്ടത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കേരള ഓഡിയൻസിന് ഇതൊട്ടും ദഹിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുഷ്പ 1 വലിയ സംഭവമല്ലായിരുന്നു, ഇവിടെ നോർത്തിലായിരുന്നു അത്. ശ്രീവല്ലി എന്നൊക്കെയുള്ള ഒരു സോങ് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഇപ്പോഴും നോർത്ത് ഇന്ത്യൻസ് അത് റീവാച്ച് ചെയ്യുന്നുണ്ട്. ഭയങ്കര അഭിപ്രായമാണ് സോങ്സിനും എല്ലാത്തിനും. അപ്പോൾ അവർക്കിത് വലിയ സംഭവമാണ്. ഈ സിനിമ പുഷ്പ 1 ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് സുകുമാർ പുഷ്പ 2 എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ മലയാളീസ് അല്ലെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് പുള്ളി അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ല. നമ്മൾ ബുദ്ധിജീവികളാണല്ലോ, നോർത്ത് ഇന്ത്യൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ ഞാൻ ആദ്യം ഫസ്റ്റ് റിവ്യൂവിൽ ഞാനൊരു ചെറിയ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ ഇൻട്രോ ഒരു ജപ്പാൻ സീനുണ്ട്, ഒറ്റ ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ആ പടം ഒരു ക്രെയിനിൻ്റെ മണ്ടയ്ക്ക് പുള്ളിയെ കെട്ടിത്തൂക്കിയിട്ട് ഒരു ഇൻട്രോ ഉണ്ട്, അല്ലു അർജുൻ എൻട്രി സീനാണത്. അതിൻ്റെ അകത്ത് എന്തിനായിരുന്നു ആ സീൻ, എന്തിന് ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. പക്ഷെ എന്തിനായിരുന്നു ആ സീൻ? ഈ പടം തുടങ്ങി കഴിഞ്ഞ് പിന്നെ അതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ജസ്റ്റ് ഒരു ഇൻട്രോയ്ക്ക് വേണ്ടി പുള്ളി ഒരു ഇൻ്റർനാഷണൽ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കോമാളി ഇൻട്രോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആ ഒരു ഫസ്റ്റ് അല്ലു അർജുൻ്റെ എൻട്രി സീൻ. ഞാനത് ജസ്റ്റ് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ നോർത്ത് ഇന്ത്യൻസിന് ഭയങ്കര ഇഷ്ടപ്പെട്ട സീനാണത്, അല്ലു അർജുൻ എൻട്രി എന്നൊക്കെ പറഞ്ഞ്. ജസ്റ്റ് കമൻറ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും അവർക്ക് ഭയങ്കര സംഭവമാണ്. പിന്നെ ഞാൻ പറഞ്ഞത് കാളിയുടെ സീനിൽ ഫൈറ്റ് അടിപൊളിയാണ് കേട്ടോ, ഫൈറ്റ് കൊള്ളില്ലെന്നല്ല പറഞ്ഞേ. പുള്ളിക്ക് പുഷ്പ 1 ഓർക്കണം, പുഷ്പ 1 അല്ലു അർജുന് നാഷണൽ അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ സുകുമാറും അല്ലു അർജുനൊക്കെ വിചാരിച്ച് കാണും, കുറച്ചും കൂടെ അഭിനയം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. ഒന്നാമത് നാഷണൽ അവാർഡ് വിന്നറാണല്ലോ അല്ലു അർജുൻ. അതുകൊണ്ട് കാന്താരയ്ക്കകത്ത് പുള്ളി കാണിച്ച പോലെ ചില ഭാവാഭിനയമൊക്കെ കാഴ്ച വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വിറയ്ക്കുന്നതും മുഖം കൊണ്ടുള്ള കാര്യങ്ങളും കൈ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ. ആ കാളിയുടെ അത് സോങ്ങിലാണ് കേട്ടോ. എനിക്ക് ആ സോങ് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ഞാൻ ഈ ഇടയ്ക്ക് ഇന്ന് രാവിലെ ഞാൻ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ കണ്ട് ഓരോരുത്തർ തുള്ളുന്നു നോർത്തിലൊക്കെ. മീൻസ് അത്രയ്ക്ക് ഒരു ഭക്തിയൊക്കെ ചേർത്ത് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാക്കി തീർക്കാൻ സുകുമാരൻ ശ്രമിച്ചാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി, അവരെയൊക്കെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു
നമ്മൾ അങ്ങനെ പറയല്ല, അതിലെ ഫൈറ്റ്, ആ വേഷം കെട്ടിയുള്ള ഫൈറ്റ് അടിപൊളിയായിരുന്നു. പക്ഷെ അത് വെച്ചൊരു താണ്ഡവം പോലെ ഒരു കാളിയുടെ ഒരു നൃത്തമുണ്ട്, അത് എനിക്ക് ഭയങ്കര ബോറായിട്ടാണ് തോന്നി. പക്ഷെ അത് ഭയങ്കര അഭിപ്രായമാണ് നോർത്തിലൊക്കെ. അവരുടെ റിവ്യൂ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാളി സീൻസ് സൂപ്പറായിരുന്നു എന്നൊക്കെ അവർ പറയും. ഇതിൽ 2 കാളി സീൻസ് ഉണ്ട്. ഒന്ന് ഇൻ്റർവെല്ല് കഴിഞ്ഞുള്ള അതും, പിന്നെ അതിന് ശേഷം വേറൊരു ഫൈറ്റ് ഉണ്ട്, ഒരു പെണ്ണിനെ രക്ഷിക്കുന്നത്. അത് ആ ഒരു വേഷത്തിൽ ഓക്കെയാണ്. പിന്നെ ഈ കാളി സീനിന്റെ ഒരു ഫൈറ്റ് ഉണ്ട് വില്ലന്മാരുമായിട്ട്, അതും കൊള്ളാം. പക്ഷെ അതിന് മുമ്പുള്ളൊരു സോങ് ഉണ്ട്, അതെനിക്കൊരു ഓവറായിട്ടാണ് തോന്നിയത്. പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഇത് എന്തിനാണ് ഈ പുള്ളി വേഷം കെട്ടി ഡാൻസ് കളിച്ചതെന്ന് അതിൻ്റെ റീസൺ അറിഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചു മരിക്കും. ഒരാവശ്യമില്ല, പെട്ടെന്ന് ഇങ്ങനെ എന്തേ പുഷ്പ എന്തേ നോക്കിയപ്പോൾ നൃത്തം. അതിൻ്റെ റീസൺ അവസാനം ചോദിക്കുമ്പോൾ സീരിയൽ ലെവലിൽ BGM ഒക്കെ ഇട്ടാൻ കരയുക. എന്ത് റീസൺ എന്ന് നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ശ്രീവല്ലി മാസ് ഡയലോഗൊക്കെ ഇറക്കി വിടുന്നുണ്ട് ഓരോരുത്തരെ മുമ്പിൽ, ഓരോ ആൾക്കാർ കൂടുന്ന സമയത്തൊക്കെ. അത് കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ പുഷ്പ അറിയാമല്ലോ, പുഷ്പ ഒരു ഭാര്യ അത്ര സ്നേഹിക്കുന്ന ഒരാളാണ്. ഓക്കെ, എന്തിനാ തന്നെ അതങ്ങ് ക്രിഞ്ചാക്കി ഇങ്ങ് ഓവറാക്കി ചളവാക്കിയോട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം നമുക്ക് തോന്നുകയാണ് കേട്ടോ, നമ്മൾ മലയാളീസിന് തോന്നുകയാണ്. ഈ നോർത്തിലൊന്നും അത് വലിയ കുഴപ്പമില്ല, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര സംഭവമായിട്ടാണ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. റീസെൻ്റായിട്ട് ഇറങ്ങിയ ജവാനാണെന്ന് തോന്നുന്നു ഏറ്റവും ഹയസ്റ്റ് കളക്ഷൻ ഇന്ത്യയിൽ, ജവാനും ആനിമലും ഒക്കെ. അപ്പോൾ അതിൻ്റെ കളക്ഷൻ റെക്കോർഡ് തകർക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ പോക്ക്. കാരണം അത്രയ്ക്ക് ഏറ്റെടുത്തിട്ടുണ്ട് ഈ ഹിന്ദി ഓഡിയൻസ് നോർത്ത് ഇന്ത്യയിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ജവാനും, അടുത്ത ജവാന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കധികം പിടിച്ചിട്ടില്ല ഈ പടം. ജവാനും ഇതുപോലെ തന്നെയാണ്. പക്ഷെ അത് നോർത്ത് ഇന്ത്യൻസിന്റെ നമ്മൾ ഈ കണ്ട സാധനങ്ങൾ തന്നെ പുതിയ കുപ്പിയിലാക്കി തരിക, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി തരിക എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ജവാനും. അത് തന്നെയാണ് ഈ സംഭവം. ഫഹദ് ഫാസിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ ഭയങ്കര സംഭവമായിട്ട് വന്നിട്ട് ഇതിൻ്റെ അകത്തൊരു ഒരു കോമാളിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതെന്തിനായിരുന്നു എന്നൊന്നും അറിയില്ല. പിന്നെ ഇടയ്ക്ക് വെച്ച് ആ കഥാപാത്രത്തെ ഇല്ലാതാക്കുക, അങ്ങ് പോവുക, അടുത്ത ആളെ കൊണ്ടുവരും, അങ്ങനെ ഒരു രീതിയിലാണ് ഇതിൻ്റെ അകത്ത് ഫഹദ് ഫാസിലിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാം കൊണ്ടും ഒരുമാതിരി, എന്താണ് പറയേണ്ടത്, കൊള്ളാമോന്ന് ചോദിച്ചാൽ കൊള്ളാം, കൊള്ളില്ലേന്ന് ചോദിച്ചാൽ കൊള്ളില്ല എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ഇടയ്ക്ക് നിൽക്കുന്നൊരു സാധനം. ഇതിൻ്റെ അകത്ത് കുറച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കുറേ അനാവശ്യ സീൻസും ആഡ് ചെയ്ത് പോയിരിക്കുന്നൊരു പടമാണ്. നമ്മൾ ആലോചിക്കുക, അയ്യോ നമുക്കെന്താ ഇങ്ങനെ പറ്റുന്നത്, അവരും നമ്മളെ പോലല്ലേ, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ലോ, നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ, അവർക്ക് ചിരി വരുന്നില്ലല്ലോ, അവർക്ക് കോമഡി ആയിട്ട് തോന്നുന്നില്ലല്ലോ, ഇത് ബോറായിട്ട് തോന്നുന്നില്ല, നമുക്കെല്ലാം തോന്നുന്നുണ്ടെന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇന്ന് ചിന്തിച്ചു പോകും ഈ റിവ്യൂസൊക്കെ കേൾക്കുമ്പോഴേ. അപ്പം എന്തായാലും കൊള്ളാം, ഒരു തവണ കാണാൻ പറ്റിയ പടമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളുണ്ട്, നമുക്ക് ദഹിക്കാത്ത കുറേ സാധനങ്ങളുണ്ട്, അത് അവർക്ക് ദഹിച്ചിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻസിന്. അപ്പോൾ അതാണ് ഈ പടത്തിൻ്റെ വിജയം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സീരിയൽ കോമഡി BGM ഒക്കെ ഇട്ട് വല്ലാതെ വലിച്ചു നീട്ടിയ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പടം അവസാനിക്കുമ്പോഴൊക്കെ ഒരു ഗുമ്മില്ലാതെ അവസാനിക്കുന്നുണ്ട്. പുതിയൊരു വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആവറേജ്, ബിലോ ആവറേജ്. ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ് പുഷ്പ എങ്ങനെ ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഒരു തവണ കാണാം എന്ന് വെച്ചാൽ വലിയ സംഭവമല്ല എന്നൊക്കെ പറയാനുള്ള സംഭവമേ ഉള്ളൂ പുഷ്പ 2. ഫസ്റ്റ് പാർട്ടിൽ തന്നെ കൈയും കാലും കെട്ടിയിട്ടൊരു ഫൈറ്റ് ഉണ്ട് കാടിനുള്ളിൽ വെച്ചിട്ട്. ഇതും അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷെ അത് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല, കടിച്ചങ്ങ് പറിക്കുകയാണ് പുഷ്പ, എല്ലാവരും കടിച്ചങ്ങ് തിന്നുകയാണ് എല്ലാവരും. പക്ഷെ അത് കണ്ടിട്ട് വലിയ, ചിലവർക്ക് അത് കോമഡിയാണ്, പക്ഷെ എനിക്ക് വലിയ ഇതായിട്ട് തോന്നില്ല. അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു, ഒരു മാസ്സായിട്ടുള്ളൊരു സംഭവമാണ്. ആ ഒരു ഫൈറ്റ് കൊള്ളാം, എനിക്കൊരു ഇതായിട്ട് തോന്നില്ല. എനിക്ക് ഇതിൻ്റെ അകത്ത് ആ ഒരു കാളിയുടെ ഒരു ഡാൻസും കുറേ സീരിയൽ ലെവല് ചേട്ടൻ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ, പിന്നെ അവസാനം പുഷ്പ കിടന്ന് കരയുന്നത്, ഭയങ്കരമായിട്ട് ഇങ്ങനെ മോങ്ങുകയാണ് കിടന്ന്, അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാതെ തോന്നുന്നു. അത് അതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് തോന്നി. നമ്മുടെ KGF റോക്കിയുടെ കൂട്ട് ഒന്ന് ഇമോഷണൽ ആവണം, എന്നാൽ തന്നെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കരഞ്ഞ് മെഴുകാനും പാടില്ലാത്തുള്ള രീതിയിലൊക്കെ നിന്നിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതിനെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ നോർത്ത് സെറ്റായിട്ടുണ്ട്, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കളക്ഷൻ്റെ കാര്യത്തിൽ ഒരു കാര്യം, ഇപ്പം ഇത് പിടിച്ചാൽ കിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ സെർച്ച് ചെയ്ത് നോക്കുക, ഹിന്ദി ഓഡിയൻസ് റിവ്യൂ പുഷ്പ 2 ഹിന്ദി തിയേറ്റർ റെസ്പോൺസ് എന്നൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ സാധനം കിട്ടും. കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ കണ്ട പുഷ്പ 2 അല്ല അവർ കണ്ടത്. എനിവേ കൊള്ളാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഇതിൻ്റെ അടിയിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.